അതെ, ലോകത്തിന് തന്നെ മാതൃകയാവാൻ പോകുന്ന രണ്ട് അമ്മായിമ്മമാരും രണ്ട് പൊരിക്കടലകളും ചേർന്നുള്ള സന്ധി സംഭാഷണം കേട്ടിട്ട് വരിക ഞാൻ. അല്ല, മാതൃക അമ്മായിയമ്മമാരെ എനിക്ക് മനസ്സിലായി. ഈ പൊരിക്കടല അതെന്താന്ന് പിടികിട്ടിയില്ല. അതിനിത്ര പിടികിട്ടാൻ എന്തിരിക്കുന്നു? പുതിയ യുവമിത്രങ്ങൾ ദീപവും നന്ദുവും. കുറച്ചു കഴിയുമ്പോ ദീപവും നന്ദുവും റെഡ്യൂസായി ദീയും നായും ആവും. 2 ആഴ്ച കഴിയുമ്പോ ദീക്കും നായിക്കും പകരം വേറെ അക്ഷരങ്ങളും വരും. ആ, മറ്റൊരു ന്യൂസും കൂടെ ഇപ്പൊ വെളിവായി. പറഞ്ഞതുപോലെ അവര് ദാരിദ്ര്യമുള്ളവരാന്ന് തോന്നുന്നില്ല. അനന്തം പിള്ള പാപ്പര് ചീട്ട് വാങ്ങിയിരിക്കുന്ന തട്ടിപ്പാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ നന്ദനയുടെ പേരിലുള്ള സ്വത്തുക്കള് കല്യാണശേഷം 2 പേർക്കും കൂടി ഉള്ളതാന്ന് ശിവകാമി പറയുന്നത് ഞാൻ കേട്ടതാ. എന്താ ഞാൻ മനസ്സിൽ വിചാരിച്ചതാ, കാശില്ലാത്ത പെണ്ണിന് ദീപക്ക് കല്യാണം കഴിക്കുമെന്ന്. ദീപക്ക് കല്യാണം കഴിക്കോ എന്നതല്ല മാറ്റർ. ദീപക്കിനെ കൊണ്ട് അംബിക കല്യാണം കഴിപ്പിക്കോ എന്നുള്ളതാണ് മാറ്റർ. കറക്റ്റ്. അപ്പ പെണ്ണിന്റെ കാശും മറ്റു സ്വത്തുക്കളും അടിച്ചെടുക്കാനാ അംബികയുടെയും മകന്റെ ലക്ഷ്യം. കല്യാണം കഴിഞ്ഞ ആ പെണ്ണിനെ വളച്ച് ഇവനും അമ്മയും കൂടി അവളുടെ ഫണ്ടും പ്രോപ്പർട്ടിയും മുഴുവനും കൈക്കലാക്കും. പിന്നെ ആ പെണ്ണിനങ്ങ് ഓടിച്ചും വിടും. അവളുടെ ഒക്കത്ത് ഒരു കുഞ്ഞിനും കൂടെ കൊടുക്കാതിരുന്ന ഭാഗ്യം. ചെറുമേ, ആ പാവംകുട്ടി പെടുവല്ലോ. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളെ? എന്റെ ചെറിയമ്മേ, ഈ പ്രശ്നം പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ കുറെ നേരമായിട്ട് വഴക്കിടുക. ആ പെണ്ണ് വന്ന് പെടുന്നതിന് നമ്മളാണ് ഉത്തരവാദികള്. ഈ കല്യാണം നടക്കാതിരിക്കാൻ എന്താണ് ഒരു വഴിയെന്ന ചെറിയമ്മ ഞാൻ ആലോചിക്കുന്നത്. കല്യാണമൊക്കെ നടക്കും, അവര് നടത്തും. പ്രതാപേട്ടൻ വരെ വളരെ സ്ട്രോങ് ആയിട്ട് അവരുടെ ഭാഗത്തുണ്ട്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കല്യാണം കഴിഞ്ഞും ഇങ്ങോട്ടല്ലേ ചെറിയമ്മ വരുന്നത്. ഇനി ഈ പെണ്ണിന്റെ കണ്ണുനീര് കൂടി നമ്മൾ കാണണ്ടേ? ഇത് മോളുടെ വീടാ. ഇവിടെ ആര് താമസിക്കണം ആര് താമസിക്കണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നതേ മോളാ. മോളാ കാര്യം ശക്തമായിട്ട് അവരോട് പറഞ്ഞാ മതി. അല്ലേ രാജു? അത്രയും കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കണോ? അത് വർമ്മ സാറിന് ഇഷ്ടപ്പെടില്ല.